ഇന്ന് ഞാനിവിടെ ക്രിസ്പി ദോശയുടെ ബാറ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരി എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പുഴുക്കലരിയും കൂടി ചേർക്കുകയാണ്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 8 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇത് കുതിർന്ന ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ഈ ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് ഇതും കുറച്ചധികം വെള്ളം ഒഴിച്ച് 8 മണിക്കൂർ കുതിരാൻ മാറ്റി വെക്കാം. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഉഴുന്ന് ആട്ടിയതിന് ശേഷമാണ് അരി ആട്ടുന്നത്. ഞാനിതൊരു ഗ്രൈൻഡറിലാണ് ആട്ടാൻ പോകുന്നത്. ഗ്രൈൻഡർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 250 ml. ഇത് കുറേശ്ശെ ഒഴിച്ചു വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത്. ഒരുമിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കരുത്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ സ്ട്രക്ചർ ശരിയായി വരത്തുള്ളൂ. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞു വരുന്നത്. ഇപ്പം ഞാൻ 1 കപ്പ് ഫുള്ള് വെള്ളം ഇതിലേക്ക് ചേർത്ത് അരച്ചിരിക്കുവാണ്. നന്നായിട്ടിത് അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സോപ്പ് പോലെ ഇതിങ്ങനെ പതഞ്ഞു വരും. ഇനി ഇത് ഗ്രൈൻഡർ ഓഫ് ചെയ്ത ശേഷം ഈ അരച്ചിരിക്കുന്ന ഉഴുന്ന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ മാവ് പുളിക്കുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും. അതുകൊണ്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം എന്ന് പറയുന്നത്. ഉഴുന്നിവിടെ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരി ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഉഴുന്ന് ആട്ടിയിരിക്കുന്ന അതേ ഗ്രൈൻഡറിൽ തന്നെയാണ് നമ്മൾ അരിയും ആട്ടുന്നത്. കുറേശ്ശെ വേണം അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അരി ആട്ടാൻ ഞാൻ 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതും കുറേശ്ശെ ഒഴിച്ച് വേണം അരച്ചെടുക്കേണ്ടത്. 2 സ്പൂൺ അരി ഇതിലേക്ക് ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മാത്രമാണ് അടുത്ത് നമ്മൾ വീണ്ടും അരി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഒരുമിച്ച് നമ്മൾ ഗ്രൈൻഡറിൽ അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ല. നല്ലതുപോലെ ഇത് അരഞ്ഞു വരുമ്പോഴേക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യത്തില്ല. ഉപ്പ് ഞാൻ ആട്ടുമ്പോൾ തന്നെ ഇതുപോലെ ചേർത്താണ് ആട്ടുന്നത്. ഇതിവിടെ നല്ലതുപോലെ അരി അരഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ ഇത് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആട്ടി വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് അരച്ചതും അരി അരച്ചതും കൂടി നല്ലതുപോലെ മിക്സ് ആവത്തക്ക രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രം മൂടിയിട്ട് പൊങ്ങാനായിട്ട് 8 മണിക്കൂർ മാറ്റി വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മളിനി ദോശ ഉണ്ടാക്കുന്നത്. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ മാവ് പൊങ്ങി വരുന്നത് കൊണ്ടാണ് വലിയ പാത്രം തന്നെ മാവ് ഒഴിച്ചു വയ്ക്കാൻ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി വെള്ളം ചേർത്ത് ദോശ ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാൻ. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ദോശ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. ഇനി നമുക്കിത് ക്രിസ്പി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ദോശക്കല്ല് ചൂടാകുമ്പോഴേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇതൊന്ന് തേച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് ഇതൊന്ന് പരത്തി കൊടുക്കാം.
ദോശ വെന്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് ഇളക്കാം. ഈ ദോശ നമ്മൾ മറിച്ചിടൊന്നും വേണ്ട. കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ദോശമാവും കോരി ഒഴിച്ച് നമുക്കിതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ രീതിയിൽ ആട്ടി നമ്മൾ ദോശ ഉണ്ടാക്കിയെടുത്താൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ദോശ കിട്ടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.